എൻസിആർടി ടെക്സ്റ്റിൽ എക്സാമ്പിൾ 3 ആണ് ഇവിടെ പറയുന്നത്. എക്സ്പ്രസ് സെറ്റ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1 4 9 16 25. ആ ബി എന്ന് പറയുന്ന സെറ്റിന് നമുക്ക് എന്തായിട്ട് എക്സ്പ്രസ് ചെയ്യണം? യൂസിങ് സെറ്റ് ബിൽഡർ നൊട്ടേഷൻ. സെറ്റ് ബിൽഡർ നൊട്ടേഷൻ എഴുതുക. ഇതിപ്പോൾ റോസ്റ്റർ ഫോമിൽ കിടക്കുകയാണല്ലോ. അപ്പോൾ ഇനി സെറ്റ് ബിൽഡർ ഫോമിലോട്ട് എങ്ങനെ എഴുതാം? ക്വസ്റ്റ്യൻ കോപ്പിറൈറ്റ് എഴുതാതിരിക്കാനാണ് ഇച്ചിരി ഒന്ന് എഴുത്തിലൊന്ന് മാറ്റം വരുത്തിയേക്കുന്നത്. പക്ഷേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് മനസ്സിലാക്കാൻ ആദ്യം നമ്മൾ പഠിക്കണം. ഇതെന്താ പറഞ്ഞാൽ എക്സ്പ്രസ് സെറ്റ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് ബി ഈസ് ഈക്വൽ ടു 1 4 9 16 25 എന്ന് പറയുന്ന സെറ്റ് ബിൽഡർ നൊട്ടേഷൻ ഉപയോഗിച്ച് എഴുതുക. സെറ്റ് ബിൽഡർ നൊട്ടേഷൻ എന്ന് പറയാൻ ഡീറ്റെയിൽ ഫോമായിട്ട് ആ കോമൺ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നത് തന്നെയാണ് നമ്മൾ സെറ്റ് ബിൽഡർ നൊട്ടേഷൻ എന്ന് പറയുന്നത്. എലമെൻറ്റ്സ് ഓഫ് ദ സെറ്റ് ആണ്. ഈ സെറ്റിലെ എലമെൻറ്റ്സ് എന്താണ്? 1 സ്ക്വയർ, ഓക്കെ, 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25. അപ്പം ഇതിൻ്റെ എലമെൻറ്റ്സ് എന്താണ്? സ്ക്വയർ ഓഫ് ദ നാച്ചുറൽ നമ്പർ. അപ്പം എലമെൻറ്റ്സ് ഓഫ് ദ സെറ്റ് സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റ് എന്താണ്? അന്നേരം നാച്ചുറൽ നമ്പർ എന്താണെന്ന് പറയാം. അപ്പം സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ നമ്മളെങ്ങനെ എഴുതാം? റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ എൻ ആദ്യത്തെ ക്ലാസ് നമ്മൾ പഠിച്ചിരുന്നു. അതിന് എന്തൊക്കെ വരും നമ്പേഴ്സ്? നെഗറ്റീവും 0യും വരില്ല. ബാക്കി 1 2 ഈ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് തന്നെ 2 3 4 5 എക്സെട്ര ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പം കാണാൻ പറ്റുന്നുണ്ട്. സെറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? നാച്ചുറൽ നമ്പർ സെറ്റ് എന്താണ്? ക്യാപിറ്റൽ N 1 2 3 4 5 എക്സെട്ര. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിലോട്ട് മാറ്റാം? സെറ്റ് ബിൽഡർ ഫോമിലോട്ട് മാറ്റുമ്പോൾ അത് എന്താണ്? സെറ്റിൻ്റെ പേരെന്താണ്? ബി. സെറ്റ് ബി ഈസ് ഈക്വൽ ടു സെറ്റിൻ്റെ നൊട്ടേഷൻ ഇടുക. അതിനുശേഷം 2 രീതിയിൽ എഴുതുന്നതിന് സെറ്റിൻ്റെ നൊട്ടേഷൻ ഇട്ടിരിക്കണം. ആ നൊട്ടേഷൻ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ അത് സെറ്റല്ല. സെറ്റ് ഇസ് ഈക്വൽ ടു എക്സ്, ബാക്കി എന്ത് എഴുതിയിട്ട് ഒരു കാര്യമില്ല. എക്സ് അച്ച് ദാറ്റ്. എക്സ് എന്താണ്? അതിലെ എലമെൻറ്റ്, അതിനാണ് എക്സ് എന്ന് നമ്മൾ വിളിച്ചത്. ആ എക്സ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ഇനി പറയുന്നത്. അതിനാണ് ഈ സച്ച് ദാറ്റ് എന്ന് പറയുന്നതാണ് 2 കുത്ത്. അപ്പം 2 കുത്ത്. എക്സ് സച്ച് ദാറ്റ് സെറ്റ് എക്സ് എന്ന് പറയുന്നത് അതിലെ എലമെൻറ്റ് എക്സ്. ആ എക്സ് എന്താണെന്നാണ് പറയുന്നത്? മോൾ സ്ക്വയർ ഓഫ് നമ്പേഴ്സ് എന്നല്ലേ, നാച്ചുറൽ നമ്പേഴ്സ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? സിമ്പിൾ ഷോർട്ട് ഫോമിൽ അങ്ങനെ എക്സ് ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ. എൻ സ്ക്വയർ എന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പർ. ഈ സ്മോൾ എൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ സെറ്റിൻ്റെ നമ്മൾ സ്മോൾ എൻ എന്ന് പറയുന്നത് അതിലെ എലമെൻസിനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആ സെറ്റിനെ, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സ്മോൾ എൻ എന്ന് പറയുന്നത് അതിലെ എലമെൻറ്റ്. അപ്പോൾ ആ എൻ എങ്ങനെ ആയിരിക്കണം? എൻ സ്ക്വയർ ആണ്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ ആണ്, കോമ എൻ എലമെൻറ്റ് ഓഫ്. മാത്രമല്ല ആ എൻ എന്താണ് എന്ന് പറയണം. എൻ ക്യാപിറ്റൽ എന്നിലെ എലമെൻ്റ് ആണ്. ഓക്കെ, എന്നാലും നമുക്കത് കംപ്ലീറ്റ് ആവും. ഓക്കെ, സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് എന്ന് പറയുന്നത് ചാപ്റ്ററിലെ 3ാമത്തെ എക്സാമ്പിളാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്രസ് സെറ്റ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1 4 9 16 25 യൂസിങ് സെറ്റ് ബിൽഡർ നൊട്ടേഷൻ. സെറ്റ് ബിൽഡർ നൊട്ടേഷൻ ഉപയോഗിച്ച് ഇതിനെ അതിലോട്ട് എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, സെറ്റ് ബിൽഡർ നൊട്ടേഷനിലോട്ട്. എലമെൻറ്റ്സ് ഓഫ് ദ സെറ്റ് ആർ. ഇതിലെ എലമെൻറ്റ്സ് എന്താണ്? 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ n ഈസ് ഈക്വൽ ടു, ഇനി ഈ നമ്പേഴ്സിൻ്റെ എല്ലാം എവിടെ നിന്ന് കിട്ടിയത്? ഈ എലമെൻറ്റ്സ് എല്ലാം എവിടെ നിന്നാണ്? ഇതെല്ലാം എഴുതി നമ്മൾ 1 സ്ക്വയർ 2 സ്ക്വയർ. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ഈ ഓരോ എലമെൻറ്റ് എന്തിൻ്റെ സ്ക്വയറാണ്? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറാണ്. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 0യും നെഗറ്റീവ് നമ്പേഴ്സ് ഒഴിച്ച് ബാക്കിയുള്ളത്. അപ്പോൾ 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ 5 സ്ക്വയർ. അപ്പം നമ്മൾ n ഈസ് ഈക്വൽ ടു 1, ക്യാപിറ്റൽ n എന്തൊക്കെ വരും? 1 2 3 4 5 എക്സെട്ര അങ്ങനെ പോകുന്ന സെറ്റിനെയാണ് ക്യാപിറ്റൽ N നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ സെറ്റ് ബിൽഡർ നൊട്ടേഷൻ, ഇൻ സെറ്റ് ബിൽഡർ ഫോം ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് ബി ഇസ് ഈക്വൽ ടു, ബി എന്ന് പറയുന്ന സെറ്റ് നമ്മൾ മാറ്റിയാണ് സെറ്റ് ബിൽഡർ ഫോമിലോട്ട്. ഇതാണ് ആൻസർ. എക്സ് സച്ച് ദാറ്റ്
എക്സ് സച്ച് ദാറ്റ് എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് സച്ച് ദാറ്റ് ആ എലമെൻറ്റ് എന്താണ് എക്സ് ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ എന്ന് വെച്ചാൽ സ്മോൾ എൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എന്നിലെ എലമെൻറ്റ്, അതായത് നാച്ചുറൽ നമ്പർ സെറ്റിലെ എലമെൻറ്റിനെയാണ് നമ്മൾ സ്മോൾ എൻ കൊണ്ട് ഇടുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ, നാച്ചുറൽ നമ്പർ സ്ക്വയർ. ആ സ്മോൾ എൻ എന്ന് പറയുന്ന എലമെൻറ്റ് എവിടുത്തെ എലമെൻറ്റാണ്? ക്യാപിറ്റൽ എന്നിലെ എലമെൻറ്റാണ്. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ആൻസർ. എല്ലാവർക്കും മനസ്സിലായി.